എല്ലാവർക്കും LR വ്ളോഗ്സ് ട്രെക്ക് ട്രാവലീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ ഇട്ടിരുന്നു. എന്നാൽ സൗണ്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് സൗണ്ട് കട്ടാവുകയുണ്ടായി. എന്നാൽ ഇന്ന് കണ്ടിന്യൂഷനായിട്ട് തുടർന്ന് ഊട്ടിയിലേക്ക് പോകുന്ന യാത്രയെക്കുറിച്ച് ഇടുന്നതിൽ ഞങ്ങൾ ആ ഭാഗം കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗം കൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിലേക്ക് പാലക്കാട് കോയമ്പത്തൂർ വഴി സ്കൂട്ടറിലാണ് ഞങ്ങൾ മേട്ടുപ്പാളയത്തിലേക്ക് വന്നത്. ഏകദേശം രാത്രി ഒന്നരയൊക്കെ ആയപ്പോഴെത്തി. എന്നാൽ അവിടെ സ്റ്റേ ചെയ്യാൻ ഞങ്ങൾക്ക് സൗകര്യമൊന്നും അറേഞ്ച് ചെയ്തിരുന്നില്ല. അവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ റേറ്റൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും 1000 രൂപയാണ്. എന്നാൽ കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് എടുക്കാനായതുകൊണ്ട് അവർ ഒരു 600 രൂപയ്ക്ക് തന്ന്. എന്നാലും സൗകര്യമൊക്കെ വളരെ മോശമായിരുന്നു. കുറേ ഡസ്റ്റും പൊടിയൊക്കെ പിടിച്ച റൂമുകളായിരുന്നു. എന്നാൽ ഒത്തിരി ടയേർഡായതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായിരുന്നാലും അത് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരു 3:30 ആയപ്പോൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. തൊട്ടടുത്തായതുകൊണ്ട് നടന്നു വന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തു നിന്നൊക്കെ ഒത്തിരി ബോയ്സ് വന്ന് നേരത്തെ അവിടെ സ്റ്റേ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവരൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവിടെ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ തന്നെയാണ് എല്ലാവരും കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂ ആയിട്ട് നിൽക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പോകാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളും ക്യൂ ആയിട്ട് പിന്നീട് നിന്നു. ഒരു 2 മണിക്കൂറോളം അവിടെ നിൽക്കേണ്ട വന്നു. അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ TTR വരികയും ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. ഈ ഊട്ടി യാത്രയിലേക്ക് ആഗ്രഹിക്കുന്നവർ റിസർവേഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 2-3 മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടത്തില്ല. അതല്ല, അവിടെ വന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ, അതായത് ഒരു 3-3:30 തന്നെ എത്തുവാൻ ശ്രമിക്കുക. രാവിലെ വൈകിട്ടും ഓരോ സർവീസാണ്. രാവിലെ 7:10 മേട്ടുപ്പാളയത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 12 മണിയോടെ ഊട്ടിയിലെത്തും. ഉച്ച 2 മണിക്ക് ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരുന്ന സർവീസ് വൈകിട്ട് 5:30 മേട്ടുപ്പാളയത്തിൽ അവസാനിക്കുകയും ചെയ്യും. ഇങ്ങനെ 2 സർവീസുകളാണ് ഉള്ളത്. കോയമ്പത്തൂരിനടുത്തുള്ള മേട്ടുപ്പാളയം മുതൽ ഊട്ടി ഉദയമണ്ഡല റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടം 45.88 കിലോമീറ്റർ ദൂരമുള്ള യാത്രയാണ് അവിടെയുള്ളത്. എന്നാൽ 3:30 മുതൽ 4:30 മണിക്കൂർ വരെ ടൈം എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ആയി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. വളരെ നല്ല ഒരു നേച്ചറാണ്. കാട്ടിനകത്തൂടെയുള്ള ഈ യാത്ര എന്ന് പറയുന്നത് എല്ലാവരും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ട്രെയിൻ ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. ട്രെയിനിൽ വെള്ളം നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആ സമയത്ത് സമയം വേസ്റ്റ് ആക്കണമെന്ന് വെച്ച് എല്ലാവരും സെൽഫി എടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. കാരണം അതിനൊന്നും ഒത്തിരി സമയം കിട്ടിയില്ല. ഇപ്പം ട്രെയിൻ വീണ്ടും അവിടെ നിന്ന് എടുക്കുകയാണ്. ഇപ്പം ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് യാത്ര ചെയ്യണം. ട്രെയിൻ പതിയെയാണ് പോകുന്നത്. അപ്പം ഈ കുന്ന് കയറുന്നത് കൊണ്ട് ഒരു കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളതുപോലെ അനുഭവമാണ്. ട്രെയിനിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആണോന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന്. ഇപ്പം ട്രെയിനിന് എന്തോ പ്രശ്നം ആണെന്നാണ് പറയുന്നത്. അപ്പം ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ദുഷ്കരമാണ് യാത്ര. ആ ട്രെയിൻ എന്തായിരുന്നാലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പേരെല്ലാം ടയേർഡായിട്ട്, ഒത്തിരി രാവിലെ വന്നതുകൊണ്ട് എല്ലാവരും ടയേർഡാണ്. കുറച്ച് പേരൊക്കെ താഴെ ഇരിപ്പുണ്ട്. കുറച്ച് ചിലരൊക്കെ അതിൽ ചുറ്റി നടന്ന് കാടല്ലേ, അപ്പം ചുറ്റുപാടൊക്കെ ഒന്ന് വീക്ഷിക്കുന്നുണ്ട്. അപ്പം ട്രെയിനിനി സർവീസ് എഞ്ചിനീയർ മാക്സിമം നോക്കിയിട്ട് അത് പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി 1 മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ട്രെയിൻ വരത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ റെസ്റ്റിലാണ്. ഈ ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി ഇരുട്ടിയിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായിരുന്നു തന്നെ. കാരണം കാടിന് നടുക്കാണല്ലോ. അപ്പോൾ ഈ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഈ ട്രെയിൻ വലിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കുന്ന് കയറുന്നത് അതായതുകൊണ്ട്
കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറകോട്ട് ട്രെയിൻ പോകാതിരിക്കാൻ വേണ്ടി ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ കൊണ്ടുപോകാനുള്ള ട്രെയിൻ വരാൻ സമയമായെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പ്രതീക്ഷ തന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ തന്നെ ട്രെയിൻ വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർ 1 മണിക്കൂർ കൊണ്ടേ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത തുടർന്നുള്ള യാത്രയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലെങ്ങും കടകളും അങ്ങനെ ഇതൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട്, അതുമാത്രമല്ല ട്രെയിൻ കംപ്ലൈൻറ്റും കൂടെ ആയി 1 മണിക്കൂർ സ്റ്റേയും കൂടി ചെയ്തിരുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് വിശപ്പും ക്ഷീണവും ദാഹവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും എന്നാലും സഹിച്ച് നിൽക്കുകയാണ്. ഇപ്പം തന്നെ ഇനി കുറച്ചും കൂടെ ഉള്ളൂ അതിനുള്ള ഒരു പ്രതീക്ഷയിലാണ്. കാരണം വനത്തിലും കൂടെ ആയതുകൊണ്ട് അത്ര ബോറായിട്ട് ആർക്കും തോന്നുന്നില്ല. കാരണം നല്ലൊരു കൂളിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അന്തരീക്ഷമൊക്കെ എല്ലാം ഒരു ചെറിയ മഞ്ഞുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. അത് പുറകിൽ നിന്നാണ് ഇങ്ങോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ ട്രെയിൻ വലിച്ചാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇനി മറ്റ് കംപ്ലൈൻ്റായി കിടക്കുന്ന ട്രെയിൻ നന്നാക്കാൻ ഇത് പോയി ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്ന് വേണം ആ ട്രെയിൻ എടുത്തുകൊണ്ട് പോകാൻ. മിക്കവാറും ഇന്ന് വൈകുന്നേരത്തേക്കുള്ള സർവീസ് കാണാൻ ചാൻസ് ഇല്ല. കാരണം 2 സർവീസാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ട്രെയിൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മിക്കവാറും ഇന്ന് വൈകുന്നേരം സർവീസ് കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അതിൻ്റെ പുറകു വശമാണ് ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഇവിടെ നിർത്തിയതിന് ശേഷം ഞങ്ങളെ കൂടെ കയറ്റി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും കയറ്റി ഇരുത്തിയതൊക്കെ. എന്നാൽ ഇപ്പോൾ ഒറ്റ ബോഗി ആയതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചാണ് കയറുന്നത്. ഇപ്പം നേരത്തെ സീറ്റൊക്കെ കിട്ടാതെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നവർക്കൊക്കെ ഇപ്പോഴത്തെ എല്ലാവരും ചാടിക്കയറി ഫസ്റ്റ് സീറ്റ് പിടിച്ച് ഇരിപ്പുണ്ട്. അത്യാവശ്യം സൗകര്യമൊക്കെ നല്ല സൗകര്യമുണ്ട് എല്ലാവർക്കും. എല്ലാവരും ഇരുന്നാണ് പോകുന്നത്. കൊച്ചു കുട്ടികളടക്കം എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വളരെയധികം എൻജോയ് ചെയ്താണ് പോകുന്നത്. ക്ഷീണമുണ്ട്, ടയർഡാണ്, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. എന്നാലും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. തുടർന്ന് ഇനി അങ്ങോട്ട് പോകുന്ന ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേ പുക പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയി എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയാണ് അവർ നമ്മളെ അവിടെ നിന്ന് ട്രെയിനിൽ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ട്രെയിൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വഴിയിൽ പെട്ടുപോയത്. എന്നാലും ഭക്ഷണം കഴിക്കാത്തതിൻ്റെയൊക്കെ ഉള്ളൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ. ആർക്കും അത്ര ബോറടിയൊന്നുമില്ല. കാരണം നമ്മൾ കാട്ടിനുള്ളിലാണല്ലോ. അപ്പം അതുമല്ല, ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അതുകൊണ്ട് എല്ലാവരും വളരെ എൻജോയ് ചെയ്താണ് ഇരിക്കുന്നത്. സെൽഫി എടുക്കുന്നു, പരസ്പരം പരിചയപ്പെടാനൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ടൈം കിട്ടി. അങ്ങനെ കുഞ്ഞുങ്ങളടക്കം ഒത്തിരി പേരുണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പം അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി മുന്നോട്ട് പോവുകയാണ്. ഇനി എവിടെയാണ് നിർത്തുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടെത്തിക്കുന്നവരെ അതിനിടയിൽ ഒരു ടൈം കൂടെ മിക്കവാറും നിർത്തും. കാരണം ട്രെയിനിലിടയ്ക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളാരും ഫുഡ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്തായിരുന്നാലും പോകുന്ന വഴിക്ക് അവർ നിർത്താൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി കുറച്ച് ടൈം എടുക്കും ഊട്ടിയിൽ എത്തിച്ചേരാൻ വേണ്ടി. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സാഹചര്യമാണ്. ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒരിടത്ത് കടയുള്ള ഒരു സ്റ്റേഷനുണ്ട്. അവിടെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അവിടെ എല്ലാവരും ഒത്തിരി വിശന്നിരുന്നതുകൊണ്ട് ഭയങ്കര ക്യൂ ആണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പം ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഒത്തിരി കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒത്തിരി കുരങ്ങന്മാരുണ്ട്. അവരൊക്കെ എല്ലാവരും കൈ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയാൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. അപ്പോൾ അവരിനി ബാക്കിയുള്ള ട്രെയിൻ ഇനി മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പം
എല്ലാവരും വെള്ളം കൂടി കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി ടയേർഡായി. ഞങ്ങളും ഭക്ഷണം കഴിക്കാത്ത ഒന്നും അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് എടുത്തില്ല, പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ ഭക്ഷണമൊന്നും അവിടെ കഴിക്കുന്ന കണ്ടില്ല. കയ്യിലുള്ളതൊക്കെ തട്ടിപ്പറിക്കാൻ കുരങ്ങന്മാർ ഒത്തിരി നടപ്പുണ്ട്. എന്നാലും ആൾക്കാരൊക്കെ വളരെ കെയർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. ട്രെയിൻ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഒരു മലയോര പ്രദേശമാണ്. കാട്ടിനകത്തൂടെ ഉള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നതാണ്. കാരണം നമുക്ക് ആ ഒരു താഴ്വര കാണാൻ പറ്റും, ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും, അതുപോലെ തന്നെ പാറക്കെട്ടുകൾ കാണാൻ പറ്റും. അങ്ങനെ നല്ലൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. കാരണം കിളികളുടെ ഒച്ച സൗണ്ട്, പിന്നെ കാട്ടിലെ ചെറിയ ചെറിയ ചീവീടുകളുടെയൊക്കെ സൗണ്ടുകൾ. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ട്രെയിനിൻ്റെ സൗണ്ട് മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. വേറെ അങ്ങനെ നമുക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നുമില്ല. വെള്ളച്ചാട്ടം, നല്ലൊരു വെള്ളച്ചാടാൻ പറ്റും. അതുപോലെ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഉള്ള ആ ഒരു സൗണ്ടിൻ്റെ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വ്യത്യാസം ഉണ്ട്. ഇതൊരു ഗുഹയ്ക്കകത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗുഹയ്ക്കകത്തൂടെ ഒത്തിരി ഇരുട്ടൊന്നുമല്ല, എന്നാലും നല്ല അത്യാവശ്യം വെളിച്ചമുണ്ട്. എല്ലാവരും ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെയാണ്. അങ്ങനെ നല്ലൊരു അനുഭവത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും ഒത്തിരി സ്ഥലമുണ്ട്. ആവശ്യം പോലെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കുക. എല്ലാവരും എൻജോയ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തീർച്ചയായും ഈ ഒരു യാത്ര നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഇപ്പോൾ ട്രെയിന് വീണ്ടും വെള്ളം നിറയ്ക്കാൻ വേണ്ടി നിർത്തിയാക്കുകയാണ്. എന്നാലും നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി, പുറത്തൊക്കെ ഇറങ്ങി നേച്ചറൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന ഏകദേശം ഒരു 10-15 മിനിറ്റോളം ടൈമുണ്ട്. ആ ടൈമിൽ നമുക്ക് പുറത്തിറങ്ങി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനും റിലാക്സ് ആകാനൊക്കെ ഉള്ള ടൈമും കൂടെ ഇതിനിടയിൽ നമുക്ക് തരുന്നത് കൊണ്ട് അത്ര നമുക്ക് ക്ഷീണം, ഇരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും വരാറില്ല. ഒത്തിരി സെൽഫിയൊക്കെ എടുത്ത് ഇപ്പോൾ ട്രെയിനിനകത്തിരുന്നുകൊണ്ട് എല്ലാവരും നേച്ചർ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പം ഇതൊരു അരുവിയുടെ ഒരു തോട് പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ കൊണ്ടുവന്ന് ട്രെയിനിൽ ഇപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് സെൽഫി എടുക്കുന്നുണ്ട്, കുറച്ച് പേര് നേച്ചറൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽപ്പുണ്ട്. ഇനി അടുത്ത് ഇവിടെ നിന്ന് യാത്ര വീണ്ടും ഇപ്പം തന്നെ ട്രെയിൻ തിരിക്കും. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പിലാണ്. ഒത്തിരി നല്ല ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഒത്തിരി മലപ്പുറത്ത് നിന്നൊക്കെ ഒത്തിരി ബോയ്സ് ഉണ്ടായിരുന്നു. അവരൊരു കുറച്ച് ഗ്യാങ്ങായിട്ടാണ് വന്നത്. അവർ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഉറക്കം പോലും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ അവരൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മുടെ കൂടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ആ കുട്ടികളൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പം നല്ലൊരു തേയിലത്തോട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ അരുവി, ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടെ ഉള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഈ അരുവി തോടാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ കൂടെ ഒരു വഴിയിൽ പശുവിനെ അതിനെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ മുന്നോട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ചെറിയ വീടുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ മലപ്രദേശമൊക്കെ കഴിഞ്ഞ്, മലയോരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു ഗ്രാമപ്രദേശത്തൂടെയുള്ളൊരു യാത്രയാണ്. ഒത്തിരി വീടുകളൊന്നുമില്ല, എന്നാലും കുറച്ച് വീടുകളൊക്കെ കണ്ട് അങ്ങനെ നല്ല ഒരു ഭംഗി നിറഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ് ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയൊരു ഗുഹ വരുന്നുണ്ട്. ആ ഗുഹയ്ക്കകത്തുകൂടെ ഇപ്പം ട്രെയിൻ കയറും. നല്ല പച്ചപ്പും നല്ല മനോഹാരിതയുള്ള ഒരു സ്ഥലമാണ്.
എല്ലാവരും ഈ ഊട്ടി യാത്രയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് മിസ് ചെയ്യൽ. നിങ്ങൾ തീർച്ചയായും പോകണം. കാരണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളത് പോയിരിക്കണം. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സമയം കിട്ടുമില്ലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നല്ലൊരു ഗുഹയ്ക്കകത്തൂടെയാണുള്ളൊരു യാത്രയാണ്, നല്ലൊരു അനുഭവമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ ഒരു ഊട്ടി യാത്രയിലേക്ക് വരണം. നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ സ്നാക്സൊക്കെ എടുക്കുക, ഓർക്കുക. അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ഉള്ള ഒരു വെളുപ്പിനൊക്കെ ഉള്ളൊരു യാത്രയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്തൊക്കെ വരികയാണെങ്കിൽ ഒത്തിരി സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമൊന്നുമില്ല. എന്നാലും കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത കോണ്ടൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ആളുകൾ കയറാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഊട്ടിയിലേക്ക് വീണ്ടും ഇവിടുന്ന് 1.5-2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ച് ആളുകൾ കയറാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം നിർത്തിയിട്ടിരിക്കുകയാണ്. അത്യാവശ്യം ടോയ്ലറ്റിലൊക്കെ പോകുന്നവർക്ക് പോകാനും വെള്ളമൊക്കെ കുടിക്കാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഉള്ള ടൈം നമുക്കവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കുറേ ഫാമിലി ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാത്ര അയക്കാനാണോ അവർ വണ്ടിയിൽ കയറാനാണോന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ട് എല്ലാവരും വളരെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടിയുടെ എൻജിനാണ് ഈ കാണുന്നതൊക്കെ. വീണ്ടും ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പം ഇനിയിപ്പം ഒത്തിരി വീടുകളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. നേരത്തെ പോലെയല്ല, ആ കാടിൻ്റെ ഒരു അനുഭവം മാറി. എന്നാലും പച്ചപ്പും മലയോരമൊക്കെ തന്നെയാണ്. എങ്കിലും കുറേ വീടുകളും ഗ്രാമപ്രദേശത്ത് കൂടെയുള്ളതാണ് ഇപ്പോൾ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നത് ഊട്ടിയിൽ എത്തുക എന്നുള്ളതാണ്. ഇപ്പം നല്ല തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്. നേരത്തെ അവിടെ നിന്ന് തിരിച്ചപ്പോഴുള്ള ആ വെയിലുണ്ടായിരുന്നെങ്കിലും അത്ര ചൂടൊന്നുമില്ലായിരുന്നു. ട്രെയിനിൽ നല്ല കാറ്റൊക്കെ കയറുന്ന സൗകര്യത്തിനനുസരിച്ച് എല്ലാവർക്കും റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഒരു സീറ്റൊക്കെയാണ് ട്രെയിനുള്ളിലുള്ളത്. അപ്പം ഇപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഊട്ടിയിലേക്ക് എത്താനുള്ള ഒരു പൈൻ ഫോറസ്റ്റാണിത്. പൈൻ ഫോറസ്റ്റ് നല്ല മണം വരുന്നുണ്ട് പൈൻ മരത്തിൻ്റെ. അപ്പോൾ അത് നല്ല ആസ്വദിക്കാൻ നല്ല ഒരു ഗന്ധമാണ്. അപ്പോൾ ഇവിടെ വന്നാലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തേയിലത്തോട്ടങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാറക്കെട്ടുകളാണ് കൂടുതലും. ആ റോഡൊക്കെ റെയിൽവേ ട്രാക്ക് എടുത്തിരിക്കുന്ന ഈ കല്ല് വെട്ടിയെടുത്തിരിക്കുന്നതിൻ്റെ ആ ഗുഹ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ആ ഒരു നല്ല വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയിപ്പം ഊട്ടിയിൽ ചെന്നാൽ എന്ത് ചെയ്യണം, സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ അവിടെ ഒത്തിരി തവണ പോയിട്ടുണ്ടെങ്കിലും നമുക്കങ്ങനെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കറങ്ങാറില്ല. അത്യാവശ്യം 2-3 ഇടം പോയിട്ട് വൺ ഡേ ട്രിപ്പൊക്കെ അല്ലേ പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇപ്പം ഊട്ടി എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങുകയാണ് എല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പം അവരവർ പോകാനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പം നമുക്ക് ഇനി ഏതാണ് സ്ഥലം കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നമുക്ക് നോക്കി കണ്ടുപിടിക്കണം. നമുക്ക് ഒത്തിരി പരിചയമൊന്നുമില്ല. വന്നിട്ടുണ്ടെങ്കിലും ഒരിടത്ത് എവിടെയോ സ്റ്റേ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സ്ഥലം ഇപ്പം അത് നന്നായിട്ടൊന്നും ഓർക്കുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുന്നമേയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്കിനി തിരിച്ച് മേട്ടുപ്പാളയത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഞങ്ങളുടെ സ്കൂട്ടർ അവിടെ ഇരിക്കുകയാണ്. അപ്പം തിരിച്ച് അവിടെ പോയി ഞങ്ങളുടെ സ്കൂട്ടർ എടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ച് ഊട്ടിയിലേക്ക് വരാൻ വേണ്ടി. ട്രെയിൻ പോയി കഴിഞ്ഞു. ഇനി ബസ്സുണ്ടെന്നാണ് കേട്ടത്. തിരിച്ച് മേട്ടുപ്പാളയത്തിപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്.
ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് സ്നാക്സ് വാങ്ങിച്ച് അങ്ങനെ അത് കഴിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഒരു 1.5 hours കൊണ്ട് തിരിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ തിരിച്ച് ഇനി ഊട്ടിയിലേക്ക് വരണം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ കമൻറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഊട്ടിയിലേക്ക് തീർച്ചയായും വരണം. ഈ എക്സ്പീരിയൻസ് നിങ്ങളും അനുഭവിക്കണം.